അച്ചീവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നൊരു മിനിയേച്ചർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്തവണ നമ്മളൊരു ഏഞ്ചൽ ഫിഷിൻ്റെ ഒരു മിനിയേച്ചറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ട്. എത്രത്തോളം നന്നായിന്ന് നിങ്ങൾ കണ്ടിട്ട് പറയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ഈ ഒരു മിനിയേച്ചറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൾപോസ്ലിൻ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ കോൾപോസ്ലിൻ ക്ലേയിൽ ഇപ്പോൾ നമ്മൾ കളറൊന്നും മിക്സ് ചെയ്തിട്ടില്ല. ഇനി ഞാനൊരു കുറച്ചൊരു യെല്ലോ കളർ മിക്സ് ചെയ്യേണ്ട, ഒരുപാട് ഡീപ്പായിട്ട് കളർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റ് ആവശ്യമായിട്ടുണ്ട്. ഇത് ഫിഷ് ആയതുകൊണ്ട് ചേട്ടാ, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് കേട്ടോ. ഈ സുന്ദരി മീനിൻ്റെ പേരാണ് ക്ലാരിയോൺ ഏഞ്ചൽ ഫിഷ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ക്ലാരിയോൺ ഏഞ്ചൽ ഫിഷിൻ്റെ കുഞ്ഞാണ്. കുഞ്ഞായിരിക്കുമ്പോഴാണ് അത്രേ ഇതിന് ഈ ഒരു ബ്ലൂവും യെല്ലോയും കളറൊക്കെ ഉണ്ടാവുക. ഇത് വലുതായി കഴിയുമ്പോഴേ വലിയ ക്ലാരിയൻ ഏഞ്ചൽ ഫിഷിന് ഈ കളറൊന്നും ഉണ്ടാവില്ല, കുറച്ച് ബ്രൗണൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. സോ കുഞ്ഞു പിള്ളേര് സോ ക്യൂട്ട്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. സോ അതുകൊണ്ട് കുഞ്ഞു കൊച്ചിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു മീൻ ഈ പസഫിക് ഓഷ്യനിലാണ് കൂടുതലും കാണുന്നത്, ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ. പിന്നെ ഇതൊരു മെക്സിക്കോയുടെ തീരത്ത്, പസഫിക് ഓഷ്യൻ്റെ തീരത്താണ് ഇത്ര കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു സ്പീഷീസ് അല്ല അത്രേ. പിന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാവുമല്ലോ ഇത്രയും ഭംഗിയുള്ള മീനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. പിന്നെ ഇനി നമ്മളിപ്പം ഏകദേശം ആ ഒരു ഫിഷിൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൽ കുറച്ച് ഇംപ്രഷൻസ് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഒരു ടൂളിലുണ്ടായിരുന്ന ഒരു ഇംപ്രഷനോ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നും ഇതുപോലത്തെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല ക്ലോത്തിൻ്റെയൊക്കെ കുറച്ചിങ്ങനെ പരിപരാന്നിരിക്കുന്ന എന്തെങ്കിലും ഇംപ്രഷനുള്ള ക്ലോത്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതായത് മീനിൻ്റെ സ്കിൻ പോലെ തോന്നണം ചെറുതായിട്ടെങ്കിലും. ഇതിപ്പോൾ മിനിയേച്ചർ ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിങ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന അത്രയും കൊടുക്കാം. ഇനി നമുക്ക് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ അവിടെ മീനിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരു കട്ടിങ്, ആ ചെളപ്പൂക്കളിൻ്റെ അവിടെ വരുന്ന ഒരു കട്ടിങ്, അതെല്ലാം നമുക്കിങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫിൻസ് വെച്ച് കൊടുക്കുക, വാല് വെച്ച് കൊടുക്കുക, ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ ഈ വാലിൻ്റെ ഭാഗവും ഫിന്നിൻ്റെ ഭാഗവും കളറേ മിക്സ് ചെയ്യാത്ത ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ കോൾപോസ്ലിൻ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വൈറ്റ് കളറൊന്നും മിക്സ് ചെയ്യാറില്ല കേട്ടോ. ഒന്നാമത് അത് ക്ലേ പെട്ടെന്ന് ചീത്താക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ക്ലേ ചീത്തായിട്ടുണ്ട്. കാരണം ചില അക്രിലിക് പെയിൻറ്റിൽ ഫംഗസ് പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് എന്താണോ അതിൻ്റെ മീഡിയം അതിനനുസരിച്ച്. സോ അതുകൊണ്ട് ഞാനത് മാക്സിമം ഒഴിവാക്കും. പിന്നെ എനിക്ക് ഈ ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റ് ഇഷ്ടമാണ്, ചലഞ്ചസ് ഇഷ്ടമാണ്. കളർ ഇച്ചിരി ഡീപ്പായാലും ഒക്കെ എനിക്കത് ഓക്കെയാണ്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടും. എൻ്റെ ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഈ ഒരു ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഫിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കളറൊന്നും മിക്സ് ചെയ്യാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. സോ എനിക്ക് ആ ഫിന്നിൻ്റെയും വാലിൻ്റെയും ഭാഗത്തൊരു ഇച്ചിരി ഒരു ട്രാൻസ്പെറൻസി, അത്രയും ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല, ചെറിയൊരു ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റ് കിട്ടും. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഗ്ലാസ് കളർ എടുത്തിട്ടാണ് പെയിൻറ്റിങ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ മാത്രം അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ റെഡും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അതും അടിച്ചു കൊടുത്തു. പിന്നീട് അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അക്രിലിക് ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഫിഷിൻ്റെ എക്സാക്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് യെല്ലോയും ബ്ലൂ ആണ് കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ യെല്ലോയും ഓറഞ്ചും തമ്മിലുള്ള കോമ്പിനേഷനാണ് കൂടുതലായിട്ടും കൊടുക്കുക. പിന്നെ അക്രിലിക് കളറും ഈ ഗ്ലാസ് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്യണം. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും കുറച്ചൊരു ട്രാൻസ്പെറൻസി ഫിഷിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. സോ അതുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ടൊന്നും അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാതിരിക്കുക, അതാവും കുറച്ചുകൂടെ നല്ലത്. അതിപ്പോൾ ഏത് കളർ എടുത്താലും കുറച്ച് വെള്ളം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം 2-3 ലെയറായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാം. പിന്നെ ഇനി നമ്മൾ ബ്ലൂ കളറിലുള്ള ആ ഒരു വരകളാണ് കൊടുക്കാൻ പോണത്. അത് കൊടുക്കുമ്പോഴും ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലൂ കൊടുക്കുമ്പം എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. പിന്നെ അതൊരു കുറച്ച് ബ്രൈറ്റ് ബ്ലൂ ആണ്. സോ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് അൾട്രാ മറൈൻ ബ്ലൂവും കുറച്ച് ഡീപ് ബ്രില്യൻ പർപ്പിളും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണേ. അപ്പോൾ അത് കുറച്ചും കൂടെ, അതും 2-3 കോട്ട് കൊടുത്താലേ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ഭംഗി കിട്ടുള്ളൂ. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 സൈഡിലും ചെയ്യണം കേട്ടോ. ഫിഷിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. പിന്നെയും നമ്മൾ ഓറഞ്ചും യെല്ലോയും ഒക്കെ എവിടെയാണോ ഡള്ളായി പോയിട്ടുള്ളത് അവിടെ എല്ലാം നമ്മൾ ഡീപ്പായിട്ട് കൊടുക്കുക. ഇനി ഓറഞ്ചിന് നിങ്ങൾക്ക് ഒരുപാട് കളർ വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്യാം. വളരെ കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഭാഗം വാലാണ് കേട്ടോ. ആ വാലിൻ്റെ ഭാഗത്ത് എനിക്ക് ഒരു എക്സാക്റ്റ് കളർ കൊടുക്കാനായിട്ട് പലപ്പോഴും പറ്റിയില്ല. കാരണം അത് എപ്പോഴും ഡള്ളായിട്ടിരിക്കുകയായിരുന്നു.
ആക്ച്വലി ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നാൾ റെഡ് സ്നാപ്പറോ അല്ലെങ്കിൽ അല്ലാത്ത കുഞ്ഞു മീനിനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റിയലിസ്റ്റിക് ആയിട്ട്. സോ അതിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ചാലഞ്ചിങ് ആയിരുന്നു. കാരണം എക്സാക്റ്റ് ആ ഒരു ഫിഷിൻ്റെ ഒരു കളറെല്ലാം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത് കളർഫുള്ളാണ്, പക്ഷേ സ്റ്റിൽ ആ ഫിഷിനെ പോലെ തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ആണെന്നൊന്നും എനിക്ക് അവകാശമില്ല, ഞാൻ അഹങ്കരിക്കണമില്ല, ഒന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ പരിഹസിക്കുമായിരിക്കും, ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഐ എം സാറ്റിസ്ഫൈഡ്. കാരണം എന്താ വെച്ചാൽ ഞാനിത് പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഫിഷൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി ഒരു ഷിമ്മറിങ് എഫക്റ്റ് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു പേൾ മെറ്റാലിക് യെല്ലോ എടുത്തിട്ട് അങ്ങിങ്ങായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ക്ലിയർ വാർണിഷ് ഇറ്റ്സി ബിറ്റ്സിയുടെ വാട്ടർ ബേസ്ഡ് ക്ലിയർ വാർണിഷാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷോ അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷോ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫിഷിൻ്റെ. ഏകദേശം അതിൻ്റെ ഒരു രൂപത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!